ഹായ് ഹലോ കുട്ടൂസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു നാടൻ ചോറും കൂട്ടാനുമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഇപ്പം എല്ലായിടത്തും സുലഭമായിട്ടുള്ള കടച്ചക്ക കൊണ്ട് നമ്മളിന്ന് കടച്ചക്ക തീയലും ഉണ്ടാക്കാനാണ് കേട്ടോ പോകുന്നത്. കൂടെ ഒരു ചക്കക്കുരു തോരനും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ നാട്ടിൽ നമ്മുടെ രീതിയിൽ നമ്മൾ എങ്ങനെയാണ് കടച്ചക്ക തീയൽ വെക്കുന്നതെന്ന് ഒന്ന് കാണിക്കാമേ. കടച്ചയ്ക്ക് അറിയാമല്ലോ, തോരനായോ കറിയായോ പുഴുങ്ങിയൊക്കെ കഴിക്കുന്നത് വളരെ അത്യുത്തമമായിട്ടുള്ള ഒന്നാണ്. കടച്ചക്കയെക്കുറിച്ച് പറയുവാണെങ്കിൽ കടച്ചക്കയിൽ ഉയർന്ന അളവിൽ തന്നെ നാരുകൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ദഹനം സുഗമമാക്കാൻ സഹായിക്കുന്നു. അതുപോലെ കുടലിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ല ഒന്നാണ് കടച്ചക്ക. ഇതിൽ ധാരാളം വിറ്റാമിനുകളും നാരുകളും അടങ്ങിയ ഒരു പച്ചക്കറിയാണ്. ഇതിലടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. കടച്ചക്കയിൽ നല്ല അളവിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് ശരീരത്തിന് ഊർജ്ജം നൽകാൻ സഹായിക്കുന്നു. ദീർഘനേരം വിശപ്പ് അനുഭവപ്പെടാതിരിക്കാനും ഇത് നല്ലതാണ്. വിറ്റാമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അണുബാധകളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാനും കടച്ചക്ക സഹായിക്കുന്നു. ഞാനിവിടെ കടച്ചക്ക നന്നായിട്ട് ഒന്ന് ജസ്റ്റ് കയ്യിൽ വെളിച്ചെണ്ണ ഇച്ചിരി തൂത്തിട്ടുണ്ട്. ഇതിന് ചെറുതായിട്ട് ചക്ക പോലെ കറയൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ ചക്ക കുടുംബത്തിൽപ്പെടുന്നതാണ് കടച്ചക്ക. അപ്പോഴത്തേക്കിനും അതൊന്ന് ചെത്തി വൃത്തിയാക്കി എടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാനിവിടെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇത് നമുക്കൊരിത്തിരി വെള്ളത്തിലേക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ കറ ഇളകും. അപ്പം നമുക്ക് ആ കറയൊന്ന് പോകാനായിട്ട് ആ ഇത്തിരി അരിഞ്ഞ് കഷ്ണങ്ങളാക്കി വെള്ളത്തിലേക്ക് മാറ്റിയിടാം കേട്ടോ. എന്നിട്ട് ഒരു ചെറിയ സബോള ചെറിയ കഷ്ണങ്ങളായിട്ട്, ഉള്ളിയാണ് നല്ലത്. എനിക്കിവിടെ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സബോള എടുത്തത്. ചെറിയ ഉള്ളി ആണെങ്കിലും ഒരു 10 പൊളിച്ചിടുന്നത് നല്ല അതീവ രുചി കിട്ടുന്ന ഒന്നാണ്. അപ്പം ഞാനിത് ഒന്നെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒരു ചെറിയ സബോളയും കൂടെ ചെറിയ കഷ്ണങ്ങളാക്കി കൂടെ ഒന്ന് അരിഞ്ഞ് വെക്കുന്നുണ്ട്. പ്രമേഹ നിയന്ത്രണത്തിനൊക്കെ ഈ കടച്ചക്ക കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിലെ നാരുകൾ രക്തത്തിലെ പഞ്ചസാരയെ ആഗിരണം ചെയ്യുന്നതിന് നമ്മുടെ ശരീരത്തിലെ പ്രമേഹത്തിൻ്റെ അളവ് കുറയ്ക്കാനൊക്കെ ഇത് സഹായിക്കുന്നു. ആൻറ്റി ഓക്സിഡൻറ്റുകളും വിറ്റാമിനുകളും ചർമ്മത്തിന് തിളക്കം നൽകാനും മുടിയുടെ വളർച്ച കൂട്ടാനൊക്കെ കടച്ചക്ക കഴിക്കുന്നത് ഉത്തമമാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു സബോള എടുത്ത് അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് നമുക്കിനി ഇതെല്ലാം കൂടി ഒന്ന് കഴുകി വാരിയെടുത്ത് ഒരു കുക്കറിലേക്ക് ഒരു 3 വിസിൽ വേവിക്കാം. അതായത് നന്നായിട്ട് വെന്ത് കിട്ടണം. ഒത്തിരി ഉടഞ്ഞു പോകണ്ട, എന്നാൽ ഒട്ടത് വേവുകയും വേണം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, ഒരു കുറച്ച് ഒത്തിരി മുങ്ങിക്കിടക്കുന്ന രീതി വെള്ളമൊന്നും വേണ്ട, ഒരു അര ഗ്ലാസ് വെള്ളം അത്രയും മതി. ഇതുകൊണ്ട് ആ പരുവത്തിന് നമുക്കൊന്ന് 3 വിസിലടിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ നമുക്ക് അത് വേകുന്ന സമയത്ത് ഇച്ചിരി ചക്കക്കുരു ഉണ്ട്. ചക്കക്കുരു നമുക്ക് തോരൻ വെക്കുന്നതിനൊന്ന് ആ കൂടെ തന്നെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പൊളിച്ചും കൂടെ എടുക്കാം. നമ്മുടെ കടച്ചക്ക ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കതിനാവശ്യമായ അരപ്പിനുള്ള നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ഒരു തേങ്ങയുടെ പകുതി മുറി ചിരകിയതാണ്, പീരയാണ് ഞാനിവിടെ വറുത്തെടുക്കുന്നത്. നമുക്ക് അതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. അതിലേക്ക് നമുക്ക് കരിഞ്ഞു പോകാതെ ഒരു കറുകപ്പട്ടയുടെ ഒരു ചെറിയ കഷ്ണം കൂടെ ചേർത്ത് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകവും, പിന്നെ നമ്മളിതിനകത്തേക്ക് ചേർക്കുന്നത് നമ്മുടെ മസാലക്കൂട്ട് ആണ്. അതായത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ നമ്മുടെ പെരുംജീരകവും എല്ലാം കൂടെ പൊടിച്ച മീറ്റ് മസാലപ്പൊടിയുടെ ഒരു കൂട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് ഒരു 2 സ്പൂൺ നമുക്ക് ഇതിൽ മുളക് പൊടിയും എല്ലാം അടങ്ങിയിട്ടുണ്ട്. അത് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോകാൻ നമുക്ക് കോരി മാറ്റി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് കടുക് താളിച്ചിട്ട് അരച്ച് വെച്ച് അരപ്പ് ഇതിലേക്ക് ചേർത്ത് മൂപ്പിച്ചെടുക്കാം. അരപ്പ് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കടച്ചക്ക ഇതിലേക്കിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തിളപ്പിച്ച വെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് കറി നന്നായിട്ട് ഇളക്കി നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് വാങ്ങി വയ്ക്കാം. ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, വാങ്ങി വെക്കാം. ഇനി നമുക്ക് ചക്കക്കുരുത്തോരന് ആവശ്യമായിട്ടുള്ള ഒരരപ്പ് ചതച്ചെടുക്കാം. അതിന് കുറച്ച് തേങ്ങ ചിരകിയതും
പിന്നെ ഒരു സബോള ചെറുതായിട്ട് അരിഞ്ഞതും, ഇച്ചിരി ചെറിയ ജീരകം ഒരു 1/4 ടീസ്പൂണും കുരുമുളക് പൊടിയും ഒന്ന് ചതച്ചെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 7 വെളുത്തുള്ളിയും ഒരു 3-4 എരിവിന് ആവശ്യമായിട്ടുള്ള കാന്താരി ചതച്ചതുമാണ്. ആദ്യം ചട്ടി അടുപ്പ് വെച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം ചതച്ച് വെച്ച വെളുത്തുള്ളിയും കാന്താരിയും അതിൽ ചേർത്ത് മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച് അരപ്പിട്ട് നന്നായിട്ട് പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ചക്കക്കുരു അതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇളക്കി യോജിപ്പിച്ചിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് പറ്റിയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കത് വാങ്ങിയെടുക്കാവുന്നതാണ്. ചക്കക്കുരു എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ചക്കക്കുരു. ചക്കക്കുരുവിൽ ധാരാളം ഇരുമ്പ് അടങ്ങിയതിനാൽ ഇതിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനും വിളർച്ച പോലുള്ള പ്രശ്നങ്ങൾ തടയാനും ക്ഷീണം കുറയ്ക്കാനെല്ലാം ചക്കക്കുരു കഴിക്കുന്നത് ഉത്തമമാണ്. ധാരാളം ഫൈബർ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പൊട്ടാസ്യം, മഗ്നീഷ്യം, സിങ്ക്, കോപ്പർ എന്നിങ്ങനെ ശരീരത്തിന് വിവിധ ആവശ്യങ്ങൾക്കായി വേണ്ടി വരുന്ന പല ഘടകങ്ങളും ചക്കക്കുരുവിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പറമ്പിൽ തന്നെ വളരെയധികം സുലഭമായിട്ടുള്ള വളരെയധികം പോഷകങ്ങൾ നിറഞ്ഞ ഒന്നാണ് ചക്കക്കുരു. അതുകൊണ്ട് നമ്മൾ തോരൻ വെക്കാനും ചാറ് വെക്കാനും വറുത്ത് കഴിക്കാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ രുചിയേറിയ ഈ ചക്കക്കുരു തോരൻ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. അപ്പം ഇത് കണ്ടോ, നമ്മുടെ കടച്ചക്കക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിത്തിരി ഇത്തിരി ചോറ് കഴിക്കാം. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ കൂട്ടുകാരെ.